വെച്ചിട്ട് തട്ടം വിട്ട സുന്ദരിന്റെ മൂന്തപ്പ തന്നെ പോയി. ഹായ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചയാകുമ്പോൾ ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ പെൽച്ചക്കൊക്കെ ബീൻസാണ് കേട്ടോ ആദ്യം തന്നെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അടുക്കളയ്ക്ക് എന്നാൽ ഈ പരിപാടിക്ക് ഒന്നും ഒഴിവുണ്ടാവില്ല. അപ്പോൾ ഇത് ആദ്യമാണ് ശരിയാക്കി വെച്ചാൽ പിന്നെ സമയത്തിനനുസരിച്ച് ഉപ്പേരി ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ കറിയും ബാക്കിയുണ്ട്. നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടല്ലോ. അപ്പോൾ തേങ്ങ അരക്കാതെ ഉണ്ടാക്കിയ കറി ആയതുകൊണ്ട് അത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ആ ഇക്കൂട്ട് തേങ്ങ അരച്ചാൽ ഇന്നൊക്കെയുള്ളൊരു കറി ആയും ചെയ്തു. അപ്പോൾ തേങ്ങ വറുത്തരക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ ചട്ടിയിലിട്ടിക്കണ്. എന്നിട്ട് പിന്നെ അതിങ്ങനെ വറുക്കുകയാണ്. പിന്നെ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് കുഞ്ഞിപ്പത്തിരിയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാനാച്ച് പിന്നാലെ കൂടുന്നത്. എന്നാ പിന്നെ ഓൻ്റെ ഇഷ്ടത്തിന് ഇന്നിപ്പോൾ അതായിക്കോട്ടെ. ഉണ്ടാകുമ്പോൾ പിന്നെ കറിയുമ്പോൾ വല്ലാതെ മല്ലിക്കെട്ടാനും പരിപാടിയൊന്നും ഇല്ലല്ലോ. യാ റഹ്മാനെ, എങ്ങനെ അവിടെ കൊളുത്തിട്ട് അങ്ങോട്ട് നോക്കി. കയറ് വലിച്ചങ്ങനെ കെട്ടിട്ടാണല്ലേ. എന്നിട്ട് അത് കണ്ടുക്കണ കാക്കിച്ചികൾ അവിടെ വെള്ളം കെട്ടിട്ട് കാക്കിച്ചികൾ കുടിച്ചാൽ വെള്ളം കെട്ടിട്ടാണ് ഓൻ്റെ അപ്പച്ചി കെട്ടിട്ടത്. കാക്കച്ചികൾ കാണുന്നുണ്ടാവും അത്. ഇന്നലെ കളിച്ചാനോ? എവിടെ അതിൻ്റെ ഇടയ്ക്ക് അജും കുഞ്ഞുട്ടിയും പാടെ നമ്മളെ പക്ഷികൾക്ക് വെള്ളം കൊടുക്കാൻ ഇറങ്ങാണ്ട് എൻ്റെ ബക്കറ്റൊക്കെ അവിടെ കൊണ്ടുപോയി കെട്ടി തൂക്കിക്കണം കേട്ടോ. അത് കാട്ടിത്തരാൻ വിളിച്ചതാണ് അജുവെ. പിന്നെ കുറച്ച് കോഴിപ്പാട്സ് ഉണ്ടായിനി. അപ്പോൾ അതിൽ കൂടെ കുറച്ച് മസാലയൊക്കെ ഇട്ടുകാണ്ട് നമ്മൾ അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ച്. എന്നാൽ പിന്നെ അത് ആക്കം പോലെ അവിടെ കിടന്ന് ആയും ചെയ്തോളും. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ പലിച്ചക്കൊക്കെ ചോറിനുള്ള വെള്ളവും വെക്കുക, അത് വിചാരിച്ചാണ്ടേ. അപ്പോൾ ഇത് പലിച്ചക്കൊക്കെ ഇല്ലതാണ് കേട്ടോ. ഇന്നൊക്കെ കറിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കോഴിക്കറി ബാക്കിയുണ്ട്. അപ്പോൾ പലിച്ചക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇറച്ചിൻ്റെ ഒക്കെ ഒരു കണ്ടം കിട്ടിയാൽ പിന്നെ അതും കൊണ്ട് വെച്ച് അങ്ങനെയാണ് പോവുകയും ചെയ്യും. തട്ടം വിട്ട സുന്ദരിന്റെ മൂന്തപ്പ തന്നെ പോയിനി. നോക്കട്ടെ, കൊള്ളാതായിട്ട് ഒഴിവാക്കിയ ഡ്രസ്സാണ് കേട്ടോ. പുറം കയറിയിട്ട് എന്നിട്ട് എവിടെ ഇതിൻ്റെ ബാക്കി ഞാൻ പാത്രം കഴുകാനും മുറിച്ചെടുത്ത് കഷ്ണാക്കി. കുറച്ചോനെ കുത്തബിനാറാണ് ഉണ്ടാക്കിയത്. കീറിയ തട്ടം, കീറിയ കുപ്പായം ഇട്ട കീറപ്പാത്തുമ്മ. കീറപ്പാത്തുമ്മ കോയ്യ കുട്ടി ഉറങ്ങുമ്പോ എവിടുന്നാ വരികയെന്നറിയില്ല. അപ്പോൾ അത് ഞാനിന്നേ ഫസ്റ്റ് എടുത്ത വീഡിയോ ഇനി കേട്ടോ. അപ്പോൾ അതൊന്ന് ഫസ്റ്റ് തന്നെ കാണിച്ചാൽ ചിലപ്പോൾ കമൻറ്റ് ഓഫാക്കാനും ഒക്കെ ഉള്ള കാരണമാവും. അപ്പോൾ അത് വിചാരിച്ചാണ് ഞാനത് അതിൻ്റെ അടിയിലൊന്ന് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചങ്ങാണ്ട് അത് പുറത്ത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എപ്പോഴും ഇനിയിപ്പോൾ ഗ്യാസ് കത്തിച്ചങ്ങാണ്ടുള്ള ഒരു ഇടങ്ങേറ് വേണ്ടേനും അത് വിചാരിച്ചാണ് അത് അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കണം കേട്ടോ. ഇതെന്താ നീ മോളെ? ചിക്കൻ റോളോ? ഇമ്മേ, ഇത് ഏതായല്ല ചെടി? നല്ല ചെടിൻ്റെ ഇലല്ലേ നീ മോളെ? അത് കൊറേ ഉണ്ട്. ഇത് കാണാൻ നശിപ്പിച്ചരാ അന്നെ പരത്തി ഞാൻ ചിക്കൻ റോളാക്കും. ഞാൻ നീയറോളാക്കും, നീയറോള്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കലാണ് പണി കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇടങ്ങേറ് പിടിച്ചൊരു പണിയാണ്. എത്ര നേരം നിൽക്കണം.
എനിക്ക് എന്ത് പണി നിന്നെടുത്തെങ്കിലേ സ്പീഡിൽ നടക്കുള്ളൂ കേട്ടോ. ഇരുന്നാൽ പിന്നെ അങ്ങനെ ചത്ത് ചത്ത് അവിടെ ഇരിക്കലേ നടത്തുള്ളൂ. അപ്പേ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയും ആരെങ്കിലും ആയിട്ട് കൂടി തന്നോളി, അല്ലെങ്കിൽ ഞാൻ വേഗം പത്തിരിമ്മക്ക് നിൽക്കും അതുകൊണ്ട് അറിയും. അപ്പോൾ പിന്നെ അജു ആണ് കേട്ടോ ഒന്ന് കൂടി തന്നിക്കണേ. നീ കുട്ടിയെ ഉച്ചക്ക് നല്ല ഉറക്കില്ല, അതുകൊണ്ട് നിയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരീൻ്റെ പരിപാടി ഏകദേശം തീരുമാനമായി. ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വാഴൻ്റെലൊക്കെ വെച്ചിട്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണ്. അപ്പം ഇനി ഇത് അടച്ച് വെച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് അത് സംഗതി സെറ്റായി വരും. ഇനി അങ്ങോട്ട് വലിയ പണിയില്ല. അതൊന്ന് കുഞ്ഞു കുഞ്ഞു സാധനം ഉണ്ടാക്കിയെടുക്കലാണ് പണി. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത് വെച്ച് തണുത്ത് ഇതായിക്കണ്. അപ്പം ഇനി അതൊന്ന് വറുത്തുകൊണ്ട് അരച്ച് നമ്മുടെ ചിക്കൻ കറിയും റെഡിയാക്കി എടുക്കട്ടെ. അപ്പോഴേക്കും ഇത് നമ്മൾ കോഴി പാർട്സ് ഉണ്ടല്ലോ അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചേ, അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിക്ക് കുറച്ചൊന്ന് തൂമിച്ച് റെഡിയാക്കിയാൽ വെളിച്ചക്കക്കില്ലേ ഇതായി. എന്തെങ്കിലും ഒരു തുള്ളി വെളിച്ചക്കക്ക് ഇറച്ചിയോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടാൻ വേണം കേട്ടോ. മീൻ ഇവിടെ വലിയ തീർപ്പതില്ല വെളിച്ചക്കക്ക്. റമദാൻ മാസം ഒരു മാസം മീനേ ഉണ്ടാവലില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതായപ്പോൾ വേഗം ആ ഒരു തീയെ തന്നെ ചോറിനുള്ള വെള്ളം വെച്ചു. എന്നാൽ പിന്നെ അരി ഇട്ടാൽ അതും അവിടെ കണ്ട് വെന്തോളും. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ മുത്തുമണികൾക്കും നന്ദി. പിന്നെ കഴിഞ്ഞ വീഡിയോക്കൊന്നും കമൻറ്റ് ഓഫ് ചെയ്യുന്നൂല്ലേ. അപ്പം ഇനി വെക്കേഷൻ കഴിയണ വരെ ഈ ഒരു രീതിക്ക് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കൂടിത്തരാൻ മക്കൾ വരും ചെയ്യും. പിന്നെ ഓലെന്തിനേലൊക്കെ ഒരിത്തിരി കൂടിയാൽ എനിക്കും തന്നെ ഒരു ആശ്വാസമാണ് കേട്ടോ. വേഗം പണികൾ കഴിയുമല്ലോ. പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാതും അതിൻ്റെ അടുത്ത് സിനിമോൻ്റെ കരച്ചിലും ഒക്കെ പാടാവുമ്പോൾ അപ്പം ഞാനും തന്നെ മക്കൾ എന്തിനേലൊക്കെ ഒന്ന് കൂടിക്കോട്ടെ എന്ന് വിചാരിക്കലുമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ നീയക്കുട്ടി എണീച്ച് വന്നിക്കണ് കേട്ടോ. ഇവിടെ തന്നെ ഒരു എണീച്ച് വന്ന ഒരു പിരാന്തിലിങ്ങനെ ഇരിക്കുകയാണേ. അപ്പം ഞാനിതാ നമ്മുടെ ചിക്കൻ കറി ഇട്ടുകൊണ്ടിങ്ങാണ്ട് ചൂടാക്കിയിരിക്കണ്. അതിക്ക് നമ്മുടെ തേങ്ങ അരച്ചതും ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ ആ കുഞ്ഞിപ്പത്തിരി ഇട്ടാണ് ആക്കുക. ഇനിതൊന്ന് തൂമിച്ചെടുത്താൽ മതി. അപ്പോൾ അതാന്ന് ഞാൻ ഭയങ്കര റെഡിഷ് കളറിലാണ് ഉണ്ടാക്കിയത്. ഇതൊന്നും ഒരു യെല്ലോയിഷ് കളറിലേക്ക് മാറ്റിയിരിക്കണ് ഞാൻ. പിന്നെ ഉണ്ടല്ലോ ചിക്കൻ റോള് കഴിഞ്ഞ ദിവസത്തെ ഒരു 4 എണ്ണം ഞാൻ ബാക്കി വെച്ചല്ലോ, അതാണ് കേട്ടോ ഇന്ന് പൊരിക്കണത്. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ഞാൻ സ്നാക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് രണ്ടും മതി മക്കൾക്ക് എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഞാൻ തുറക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിയിരിക്കണം കേട്ടോ. വത്തക്കന്നെ ജ്യൂസ് അടിച്ചിക്കണ്, വത്തക്കന്നെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ റോളും. വത്തക്ക എല്ലാ ദിവസം ഒരു നിർബന്ധ ഘടകം പോലെയാണ് കേട്ടോ. നോമ്പ് തുറന്നാൽ എനിക്കായാലും മക്കൾക്കായാലും കുഞ്ഞുട്ടിക്കും ഒക്കെ വേണം. അതുകൊണ്ടാണ് വത്തക്ക അങ്ങനെ വാങ്ങണത് കേട്ടോ. ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഇനിയിപ്പോൾ ഉണ്ടായാൽ വെക്കും, ഇല്ലെങ്കിൽ ഇപ്പോൾ അത്ര നിർബന്ധമായിട്ട് അങ്ങനെ വാങ്ങലായിട്ട് ഇല്ലേനും. പിന്നെ എന്തെങ്കിലും ഒരു പൊരി കുട്ടികളെ ഇടാൻ, കുട്ടികൾക്കാണ് പൊരിക്കടികളോട് താല്പര്യം കേട്ടോ. പിന്നെ തരിക്കഞ്ഞി ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ സമയമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ജ്യൂസും ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞ് നോമ്പുറക്കാൻ എല്ലാം പുറപ്പാടാണ് കേട്ടോ. ജ്യൂസൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ചേക്കണത് അജിക്കുട്ടനാണേ. കുറവാണ്ട് കുട്ടി ജനുവാ ജനുക്കുട്ടാ നോമ്പിച്ചൊക്കെ ജനുക്കുട്ടാ തീർപ്പതിപ്പെട്ട ഒരു മോതലാണിത്. വത്തക്ക വത്തക്ക ഇന്ന് പോൽക്ക് ഇഷ്ടപ്പെട്ട കടിയായി. അതുകൊണ്ടേ നോമ്പ് തുറന്ന പാടന്നെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുഞ്ഞുട്ടിക്കും നല്ല വിശപ്പുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഓല് 3 പാടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിക്കണ് കേട്ടോ. ഞാൻ സാധാരണ ഈ ഒരു ജാതി വിഭവങ്ങളൊക്കെ നോമ്പാവുമ്പോഴാണ് കേട്ടോ പരീക്ഷിക്കൽ. അല്ലാത്ത ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കലില്ല ഇതുവരെ. അപ്പോൾ രാവിലെ കുറച്ചൊരു തിരക്കുമല്ലേ കാരണം, അതുകൊണ്ടാണ് മക്കൾക്ക് അതിനോട് ഇത്ര വലിയ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇന്ന് പജുവിനാണ് ഭയങ്കരമായിട്ട് അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ. അങ്ങനെ അതൊക്കെ ഫുഡൊക്കെ കടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിയമോളിതാ കുറേ ബുക്കൊക്കെ വലിച്ച് വാരിയിട്ട് എഴുത്തും വായനയും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പകല് ഫുൾ ടൈം കളി തന്നെ ആയിട്ട് കഴിക്കാരം. അപ്പൊ പിന്നെ വൈകുന്നേരമെങ്കിലും കുറച്ചു നേരമൊക്കെ ഒന്ന് പിടിച്ചിരുത്താൻ ഞാൻ പറ്റൂല.
പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിന് മുന്നത്തെ വീഡിയോയിൽ മയാസിന്റെ ഹെന്നനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ നിയക്കുട്ടിന്റെ ഇട്ടത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് ആ വീഡിയോയിലായിട്ട് എനിക്ക് പറയാനും കൂടിയില്ല. അപ്പോൾ ദാ ഇതൊരു 10 മിനിറ്റ് ഒക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഓക്ക് ഭയങ്കര ബേജാറായി ഊരിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു സമയമായപ്പോഴത്തേനും ഇങ്ങനെ വന്നിട്ടുണ്ടായിനി. പിന്നെ ഓവർ നൈറ്റ് ഇടണം കേട്ടോ മെഹന്തി. അപ്പോഴുള്ളൂ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുക. ദാ ഇതുപോലെ ഇത് ഞാൻ ഇന്നലെ ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ലുക്കൊന്നും നോക്കണ്ട, ചുമന്ന് വരും. അപ്പോൾ ഓവർനൈറ്റ് ഇടുമ്പോൾ നല്ല ഉഷാറായിട്ട് അത് ചുമന്ന് വരും. പിന്നെ ഇനി പിന്നെ ഒരു 2 ദിവസം കഴിയുമ്പോൾ ഇതിലേറെ ഇങ്ങനെ ചുമപ്പ് കൂടി കൂടി വരും കേട്ടോ. നമ്മൾ ബിഗ് ബി ഒക്കെ ഇട്ടാൽ അത് ഒറ്റ ദിവസം ചുമന്ന് വരും, പിറ്റേ ദിവസം അതിൻ്റെ കളറ് പോയി പോയി ഇങ്ങനെ പോകുമല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കുറച്ച് ദിവസം നമ്മുടെ കയ്യിൽ ആ ഒരു കളർ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിട്ട് കണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ഹാർട്ട് ഷേപ്പ് തന്നെയല്ലേ, നിങ്ങൾക്ക് അങ്ങനെ തോന്നണില്ലേ? അപ്പോൾ ആ ഒരു ഹാർട്ട് ഷേപ്പും പിന്നെ നമ്മുടെ മുത്തൂസ് നെയ്തിയൊരു ഇതും കൂടി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനിത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ റേറ്റ് എത്രയാണെന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പർ ഇതാ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കണ്. അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് കയറിയിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിപ് ബാമും ബ്ലാക്ക് ഹെന്നയും പല വിധത്തിൽ ഉള്ളതും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചൊക്കെ ചോദിച്ചറിയാൻ വാട്സപ്പിൽ നമ്പർ ഞാൻ കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ പെരുന്നാൾക്ക് മൈലാഞ്ചി മറക്കണ്ട, മയാസിൻ്റെ ഓർഗാനിക് ഹെന്ന വാങ്ങി ഉപയോഗിച്ച് നോക്കിക്കോളി കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. പിന്നെ ലൈക്ക് ചെയ്യാത്തവര് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബും ചെയ്തോളി. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.